ഹലോ ഫ്രണ്ട്സ്, ഞാനിത് എങ്ങോട്ടാ ഓടിപ്പാഞ്ഞെന്നില്ലേ? വിശന്നിട്ട് വയറ് കരിഞ്ഞിട്ട് വയ്യ. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ലേറ്റായിപ്പോയി. നേരെ വെച്ച് പിടിച്ച് നമ്മുടെ നിസാർക്കാസിൻ്റെ അടുക്കളയിലേക്ക്. നിസാർക്കയുടെ തട്ടുകടയിൽ ഇന്ന് ശനിയാഴ്ച ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. നോക്കിയോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെ തന്നെ അടിപൊളി ഇലയിൽ സദ്യ. നമ്മളിവിടെയുള്ള ആൾക്കാരാണ് കേട്ടോ ഈ ഇലയിൽ സദ്യ എന്ന് പറയുന്നത്. കാരണം നാട്ടിലെ സദ്യയാണല്ലോ, അത് ഇലയിൽ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. അടിപൊളി കറികളൊക്കെ ആയിട്ട് നോക്കിയേ. തൊടികറികൾ എത്രയാണെന്ന് നോക്കിയേ. പച്ചടി തന്നെ 2 ടൈപ്പ് 3 ടൈപ്പ് പച്ചടി ഉണ്ട്, മധുരപ്പച്ചടി ഉൾപ്പെടെ. അതുപോലെ തന്നെ അവിയൽ, തോരൻ, കൂട്ടുകറി, ഇഞ്ചിക്കറി, അതുപോലെ മാങ്ങാച്ചാറ്, നല്ല ഒന്ന് തൊടാത്ത നല്ല ചൂട് ചോറും, അതായത് ഒട്ടിപ്പിടിക്കാത്ത ചൂട് ചോറും ഒരു പപ്പടവും. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ വാങ്ങിച്ചിരിക്കുന്ന സാമ്പാറും പിന്നെ പരിപ്പാണ്. പരിപ്പിന് ഞാൻ ഇപ്പുറത്തൊരു കുഞ്ഞു കുഴി കുത്തി കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് ചോറും മാറ്റി വെച്ചിട്ട്. ഇനി ഇതിലേക്ക് ഒഴിക്കേണ്ട രസമുണ്ട്, പച്ചമോരുണ്ട്, പിന്നെ പുളിശ്ശേരിയുണ്ട്. ഇതൊന്നും ഞാൻ വാങ്ങിച്ചില്ല. ഇതും കൂട്ടി ഞാൻ എന്തായാലും മൃഷ്ടാന്നം കഴിക്കുവാണേ. പിന്നെ വേറെ 2 ഐറ്റം കൂടെ ഉണ്ട്, പായസം, അതായത് അടപ്പായസവും സേമിയ പായസവും ഉണ്ടാവും. ഇത് കഴിച്ച് കഴിഞ്ഞിട്ടേ വാങ്ങിക്കത്തുള്ളൂ. എന്തായാലും മൂക്ക് മുട്ട കഴിച്ചിട്ട് വീട്ടിലേക്ക് വെച്ച് പിടിച്ചു, നല്ലതുപോലെ കിടന്നൊന്ന് ഉറങ്ങി. ഇനി ഉച്ച കഴിഞ്ഞതേ ഞാനിപ്പോൾ നെസ്റ്റോയിലേക്ക് പോവുകയാണേ. നെസ്റ്റോയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ഓഫറിൻ്റെ ഒരു ഇതൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് മൊബൈലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഓഫർ, നട്ട്സൊക്കെ ഓഫറായിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നതായിട്ട്. അപ്പം നാട്ടിൽ പോയാലോ എന്ന് കരുതി പോകാം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പം വാങ്ങി വയ്ക്കാമെന്ന് കരുതി പോവുകയാണ്. അങ്ങനെ ഓടിപ്പാഞ്ഞ് ചീറിപ്പാഞ്ഞ് നെസ്റ്റോയിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് നമ്മളതേ സിഗ്നലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നീ ഇടത്തോട്ട് തിരിഞ്ഞാൽ നെസ്റ്റോ, വലത്തോട്ട് തിരിഞ്ഞാൽ കടൽ. നേരെയും കടലാണ്, എന്നാലും വഴി ഇടത്തോട്ടും വലത്തോട്ടേ ഉള്ളൂ. എന്തായാലും വലത്തോട്ട് തന്നെ തിരിഞ്ഞു. ഞങ്ങൾ കടലിലോട്ടൊന്ന് പോവുകയാണ്. ഒന്ന് കടലൊന്ന് കണ്ടേച്ച് വരാമെന്ന് കരുതി. കുറച്ച് സമയം, അതായത് മൂടിക്കെട്ടിയൊരു അന്തരീക്ഷം ആയതുകൊണ്ട് കടലിൻ്റെ അവിടേക്കൊക്കെ പോകുമ്പോൾ നല്ല രസമായിരിക്കും. നോക്കിയാൽ നല്ല ഭംഗിയാണ്, നല്ല വൃത്തിയുള്ള കടപ്പുറമാണ്. നമ്മുടെ നാട്ടിലെ പോലെ അതും ഇതും ചപ്പും ചവറും ഒന്നും വലിച്ചെറിഞ്ഞിട്ടിട്ടില്ല. ശരിയല്ലേ? നോക്കിയേ, കണ്ടാലും നമ്മുടെ നാടാണെന്നല്ലേ തോന്നത്തുള്ളൂ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. തെങ്ങും അതുപോലെ തന്നെ പനയും. ഞങ്ങളിവിടെ വരാൻ നേരത്തുണ്ടല്ലോ 1-2 ആൾക്കാർ, ഫാമിലീസ് മാത്രമേ ഉള്ളൂ. ദൂരെ മാറിയിരിക്കുന്നത് ഫാമിലീസാണ്. അവരുടെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്നെ തല്ലിക്കൊന്ന് ജയിലിലാക്കും. അപ്പോൾ കുറച്ച് നേരം ഇവിടേക്ക് ഇങ്ങനെ ഒന്ന് നടന്നിട്ട് നെസ്റ്റോയിൽ പോകുന്നുള്ള തീരുമാനത്തിൽ ഇത് കടൽ കാഴ്ചകളൊക്കെ കാണാൻ വന്നേക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. നീല കളറോ പച്ച കളറോ എന്തോ ഒക്കെ കളർ മിക്സ്ഡായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടിട്ടുണ്ടല്ലോ എടുത്ത് ചാടാൻ തോന്നും, അത്രയ്ക്ക് കൊതിയാണ്. എനിക്ക് പണ്ടേ കടലും കായലും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ മീൻ പിടിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. തുടിച്ച് തുള്ളുന്നത് കണ്ട, അത് മീനാണ്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഈ മീനൊക്കെ ഉണ്ടല്ലോ തീരെ കുഞ്ഞായിട്ട് തോന്നും, പക്ഷേ വലിയ മീനാണ് കേട്ടോ. ഇതിനെ ഞാനൊക്കെ ശേരി എന്നാണ് പറയുന്നത്, ശേരി മീൻ. നിങ്ങൾ എന്താ പറയുന്നത് എന്നറിയില്ല. ശാരി എന്ന് പറയുന്നവരുണ്ട്, ശേരി എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും ഒരാൾ പതുങ്ങി അവിടെ ഇരുന്ന് മീൻ പിടിക്കുമോ, ഒരു വല്യപ്പൻ. എന്ത് ഭംഗിയായ സ്ഥലം നോക്കി. മനസ്സുണ്ടല്ലോ വല്ലാണ്ട് അങ്ങോട്ട് മൂടിക്കെട്ടിയിരിക്കുമ്പം ഇവിടേക്ക് വന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമാണ്, നല്ല സുഖം കിട്ടും. പോലീസിൻ്റെ ബോട്ടൊക്കെയാണ് കിടക്കുന്നത്. എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടമായി. നോക്ക് മീൻ കുറച്ചുകൂടെ അടുത്ത് വന്നപ്പോൾ ഇച്ചിരി വലുതായിട്ട് തോന്നിയില്ലേ. ഇടത്തരം മീനാടാ, ഒരുപാട് ഒത്തിരിയും തീരെ ഊപ്പയൊന്നുമല്ല. ഒരാൾ പതുക്കെ അവിടെ ഇരുന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുക. അത് ഇവിടുത്തുകാരായ ഒരാളാണ് കേട്ടോ, ഒരു വല്യപ്പനാണ്. ആളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നിറച്ച് മീനുണ്ട്. അതിൻ്റെ മേലെ ഈ മീൻ ഇട്ട് കൊടുക്കുന്നത് എന്തുവാണെന്നറിയുക, തീരെ ഈ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ മീനിൻ്റെ തലക്കഷ്ണങ്ങളൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ആ മീൻ കഷ്ണത്തിന് വേണ്ടിയിട്ട് കൊത്തുപിടിക്കുന്ന മീൻ കഷ്ണം നോക്ക്. ഇനി ഇവിടെ വേറൊരാൾ പതുങ്ങിയിരിപ്പുണ്ട് ഊഴവും കാത്ത്. കാരണം ചിലപ്പോൾ ഒരു മീൻ കിട്ടിയാലോ എന്ന് കരുതി പതുങ്ങിയിരിക്കണയാണ് നമ്മുടെ പൂച്ചക്കുട്ടൻ. ഇത് നല്ലൊരു പാലമാണ് കേട്ടോ. ഇനി ഈ പാലത്തിലൂടെ ഒന്ന് ചെറുതായിട്ട് നടന്ന് അപ്പുറം ഇപ്പുറേക്കും ഒന്ന് കാണിച്ചു തരാം. ശരിക്കും ഇതൊരുപാട് ഇഷ്ടം എനിക്കൊരു വല്ലാത്തൊരു സന്തോഷം കിട്ടും. എപ്പോഴും നമ്മൾ പെരയ്ക്കകത്ത് തന്നെ ഇരിക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ. നീലാകാശം, നീല പച്ചക്കടൽ എന്നൊക്കെ പറഞ്ഞ പോലെ മീൻ പിടിക്കുന്ന അടുത്ത സെറ്റ്. മീനൊക്കെ പിടിച്ചിട്ട് ഒരു ഐസൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തത് 3ാമത്തെ സെറ്റ് പാകിസ്ഥാനികളാണ്.
ഈ മീൻ വാങ്ങിയതാണോ പിടിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. പിടിച്ചതാകാൻ ചാൻസ് ഇല്ല, വാങ്ങിച്ചുകൊണ്ട് വന്നതായിരിക്കും. ഇവരും മീൻ പിടിച്ചുകൊണ്ട് പോകാനായിട്ടൊരു ബക്കറ്റൊക്കെ എടുത്തുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്തായാലും മനസ്സിന് കുളിർമയുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് നെസ്റ്റോയിലേക്കുള്ള പോക്കാണ്. ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് കടപ്പുറത്ത്, ഒത്തിരി വണ്ടികളും ഉണ്ട്. ഇനി തിരിച്ച് നെസ്റ്റോയിലേക്കാണ് പോകുന്നത്. നെസ്റ്റോയിൽ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങാനില്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. പെട്ടെന്ന് എന്തായാലും അത് തീരും. ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നെസ്റ്റോയിൽ വന്നില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല. കുറേ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ, നല്ല രസമുണ്ട്. ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ട് കേട്ടോ. ഈ വശത്തൊന്നും ഇല്ല, വെജിറ്റബിൾസിൻ്റെ ഭാഗത്തൊക്കെയാണ് തിരക്ക്. കയറി വരുന്ന എൻട്രൻസിൻ്റെ അവിടെ ഉണ്ട്. ബിസ്ക്കറ്റിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത്. പിന്നെ പയറ്, പരിപ്പ്, കടല, എണ്ണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ഓഫറുള്ളതാണ്. പിന്നെ അതുകൊണ്ട് ഇത് സോസ് ഐറ്റംസൊക്കെയാണ്. നമ്മൾ എരിവുള്ള സോസുകളുണ്ട്, അങ്ങനെ പലതും. പച്ചക്കറിയല്ല, പഴങ്ങളൊക്കെയാണ്. ഓറഞ്ചിനൊക്കെ ഇപ്പോൾ ഭയങ്കര വില. ഇത് ചെറിയ തക്കാളി, സലാഡിനൊക്കെ ഇടുന്ന തക്കാളി. പഴുത്ത മാങ്ങ, എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് മാങ്ങ. പിയർ, അതുപോലെ തന്നെ ആപ്പിൾ, ഗ്രീൻ ആപ്പിൾ, അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസൊക്കെ കുറേ. വെളുത്തുള്ളി, പൊളിച്ച വെളുത്തുള്ളി. ഇനി എന്ത് വേണം? പെണ്ണുങ്ങൾക്ക് എത്ര പെട്ടെന്നാണെന്ന് നോക്കണേ, പാചകമൊക്കെ എളുപ്പമാക്കാനായിട്ട്. വെളുത്തുള്ളി പൊളിച്ച് വരെ വന്നേക്കുന്നു. പൈനാപ്പിളുണ്ട്, പപ്പയുണ്ട്, തേങ്ങയുണ്ട്. തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വില. നമ്മുടെ നാടൻ പച്ചമുളകുണ്ട്, ഒമാനി പച്ചമുളകുണ്ട്, പിന്നെ നടുക്കിടക്കുന്ന ബജിമുളക്, ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ്, സവാള, അങ്ങനെ. ഓമയ്ക്ക കിടക്കുന്നുണ്ട. ഞങ്ങൾ ആലപ്പുഴക്കാർ പപ്പരയ്ക്കാന്ന് പറയും. പിന്നെ കൂമ്പുണ്ടായിരുന്നു, അതായത് വാഴക്കൂമ്പ്. ഇത് നമ്മുടെ കറിവേപ്പില, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്, പല ഇല ഐറ്റംസ്. എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലടിച്ചു നേരെ വെളിയിലേക്ക് പോവാണ്. ഈ പോകുന്ന ആൾ ഞാനാണ്. കുറച്ച് സാധനമേ വാങ്ങിച്ചിട്ടുള്ളൂ, ഇത്രയൊക്കെ മതി. ഇതിന് തന്നെ എത്ര രൂപയാകുമെന്ന് അറിയാമോ? അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മുടെ മിനിമോൾ, അതായത് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്.